നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കാറില്ലേ? പക്ഷെ നമ്മളിങ്ങനെ വിചാരിക്കാറുണ്ട്, ചില ആൾക്കാരുടെ ലൈഫിൽ ഒരുപാട് അവസരങ്ങൾ, പണം, സമൃദ്ധി ഒക്കെ ഇങ്ങനെ ഒഴുകി വരുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ അടുത്ത് എന്തെങ്കിലും രഹസ്യമുണ്ടോ? സത്യം പറയട്ടെ, ഈ സമൃദ്ധി ആദ്യം വേണ്ടത് ബാങ്ക് അക്കൗണ്ടിലല്ല, പിന്നെ എവിടെയാണ്? നമ്മുടെ മനസ്സിലാണ് ആദ്യം സമൃദ്ധി ഉണ്ടാകേണ്ടത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്രീക്വൻസി ഉയർത്തുന്ന 5 ഹാബിറ്റ്സിനെ കുറിച്ചാണ്. ഈ 5 ശീലങ്ങൾ നിങ്ങൾ ദിവസവും ചെയ്താൽ നിങ്ങളുടെ ചിന്തയും വികാരവും തീരുമാനങ്ങളും മാറും. അതൊക്കെ മാറിയാൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ഉറപ്പായും മാറിത്തുടങ്ങും. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ എൻ്റെ നെക്സ്റ്റ് ഗ്രൂപ്പ് സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്, അതോടൊപ്പം ഞാൻ പേഴ്സണൽ സെഷൻസും നടത്തി വരുന്നത്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 5 ഹാബിറ്റ്സിലേക്ക് പോകാം. അതിൽ ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് വെച്ചാൽ നന്ദിയുടെ ശക്തി. രാവിലെ എഴുന്നേറ്റുടനെ നമ്മൾ നന്ദി പറയണം. പലരും പറയാറുണ്ട്, എനിക്ക് കൂടുതൽ പണം കിട്ടിയാൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. പക്ഷേ ജീവിതം പ്രവർത്തിക്കുന്നത് മറിച്ചാണ്. നമുക്ക് ഉള്ളതിന് ആദ്യം നന്ദി പറയണം. നമ്മളിങ്ങനെ പറയണം, എൻ്റെ കയ്യിൽ ഇന്ന് വരെ വന്ന പണത്തിന് നന്ദി എന്ന് പറയണം. എപ്പോൾ പറയണം? രാവിലെ എഴുന്നേറ്റ ഉടനെ പറയണം. പിന്നെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി എന്ന് പറയണം. ഓരോ അനുഗ്രഹങ്ങളും നമ്മൾ എണ്ണി എണ്ണി നമ്മൾ താങ്ക് യു പറയണം. നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ഒരു ജോലിക്ക് നിങ്ങൾ താങ്ക്ഫുൾ ആയിരിക്കണം. നിങ്ങൾ മന്ത്ലി വാങ്ങുന്ന സാലറി ഉണ്ടാവില്ല, അതിന് നിങ്ങൾ താങ്ക് യു ഉറപ്പായിട്ട് പറയണം. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾക്ക് നന്ദി പറയണം. കാരണം നിങ്ങൾ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അത് താനേ വളരും. ഇപ്പം നിങ്ങൾ കുറവുകളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നതെങ്കിൽ കുറവുകൾ വളർന്നുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് നമ്മൾ സമൃദ്ധിയിലേക്ക് ശ്രദ്ധിച്ചാൽ സമൃദ്ധി ഉറപ്പായിട്ടും വളരും. രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് വെച്ചാൽ ദാരിദ്ര്യത്തിൻ്റെ ഭാഷ ഉപേക്ഷിക്കുക. പലർക്കുള്ള ശീലമാണ്, എൻ്റെ കയ്യിൽ തീരെ പണമില്ല, എനിക്ക് തീരെ ഭാഗ്യമില്ല, അവൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ്, പിന്നെ എന്നെ കൊണ്ടൊന്നും നടക്കില്ല. നമ്മൾ ഈ വാക്കുകൾ നിരന്തരം ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പോകുന്ന മെസ്സേജ് എന്താണ്? നമ്മുടെ കയ്യിൽ ഭയങ്കര കുറവാണ്, നമുക്ക് പണം വളരെ കുറവാണ് എന്ന ഒരു മെസ്സേജാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇന്ന് മുതൽ നിങ്ങളെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഇന്ന് മുതൽ നിങ്ങൾ പറയണം, എന്ത് പറയും? ഞാൻ വളരുകയാണ്, ഞാൻ സമൃദ്ധിയിലേക്ക് നീങ്ങുകയാണ്, പണം സമ്പാദിക്കാനുള്ള വിവിധ മാർഗങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പണത്തിനെക്കുറിച്ച് നല്ല നല്ല വാക്കുകൾ നിരന്തരം പറയണം. വാക്കുകൾ മാറുമ്പോൾ ചിന്തകൾ ഉറപ്പായിട്ട് മാറും. ചിന്തകൾ മാറുമ്പോൾ എന്ത് മാറും? പ്രവൃത്തികൾ മാറും. നിങ്ങളുടെ പ്രവൃത്തികൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം ഉറപ്പായിട്ട് മാറും. ഇനി മൂന്നാമത്തെ ഹാബിറ്റാണ് പറയുന്നത് വിഷ്വലൈസേഷൻ. എന്ത് വിഷ്വലൈസേഷൻ? സമൃദ്ധി വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ രാവിലെ എണീച്ചാൽ ഒരു 5 മിനിറ്റ്സ് നമ്മൾ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യണം. എന്ത് വിഷ്വലൈസ് ചെയ്യണം? നമ്മുടെ സ്വപ്ന ജീവിതം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം മനസ്സിൽ കാണുക. നിങ്ങൾ ഭയങ്കര ഉഷാറായി ഫാമിലിയോടൊപ്പം നല്ല അടിപൊളി വീടൊക്കെ വെച്ചിട്ട് നല്ല ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഇഷ്ടംപോലെ പണം വരുന്നതായിട്ട് ഇങ്ങനെ കാണണം. സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ജീവിതം, ഭയങ്കര കോൺഫിഡൻസോടെ നിങ്ങൾ ജീവിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലിങ്ങനെ റിപ്പീറ്റഡ്ലി ഇത് കാണുമ്പോണ്ടല്ലോ, ഇത് ശരിക്കും റിയാലിറ്റി ആവാൻ വളരെ എളുപ്പമാണ്. നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാവില്ല ഇത് റിയാലിറ്റി ആണോ അല്ലാതെ പിന്നെ ഇമാജിനേഷൻ ആണോ എന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സൂപ്പർ സക്സസ്ഫുള്ളായ ആൾക്കാരൊക്കെ ഈ വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണക്കാരായ ആൾക്കാരാണ് ഇതിലേക്കൊന്നും എത്താതെ. നിങ്ങൾ ഇന്ന് മുതൽ വിഷ്വലൈസേഷൻ മസ്റ്റായിട്ട് ചെയ്യണം. ഫോർത്ത് ഹാബിറ്റ് എന്ന് വെച്ചാൽ ദിവസവും ഒരു ഗ്രോത്ത് ആക്ഷൻ എടുക്കണം. നമ്മൾ ആക്ഷൻ എടുത്താലേ മതിയാവും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾക്കൊരു പുതിയ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു സ്കില്ല് പഠിക്കണം. പിന്നെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ ഡെയിലി ഹാബിറ്റ്സാണ് സക്സസ്സിലേക്കുള്ള ഒരു വാതിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് ഡെയിലി നമ്മൾ ഒരുപാട് അറിവുകൾ നേടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബുക്സ് വായിക്കണം. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുള്ള നമുക്കൊരു പുതിയ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ആ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഡെയിലി ഒരു 1% നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. ഡെയിലി 1% വെച്ച് ഇമ്പ്രൂവ് ചെയ്താൽ ഒരു വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള ആളായിരിക്കും. നിങ്ങൾ എക്സ്ട്രീമിലി നിങ്ങൾ മാറിയിട്ടുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൃദ്ധി എന്ന് വെച്ചാൽ ജസ്റ്റ് ഭാഗ്യത്തിലല്ല, അത് എന്തിലാണ്? തുടർച്ചയായിട്ടുള്ള വളർച്ചയിലാണ്. പിന്നെ ഫിഫ്ത്ത് ഹാബിറ്റ് എന്ന് വെച്ചാൽ കൊടുക്കുന്ന മനോഭാവം.
വെച്ചാൽ നമ്മൾ ഗിവിങ് മൈൻഡ് സെറ്റ് നമുക്കുണ്ടാണ്. നമ്മളെന്താ വെച്ചാൽ നമുക്ക് ആ കൊടുക്കാൻ പലർക്കും ഇല്ലാത്തൊരു മനോഭാവം അതാണ്. നമുക്ക് കൊടുക്കാം, ആർക്കും കൊടുക്കുക, എത്ര ഉണ്ടെങ്കിൽ നമുക്ക് 5 പൈസ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ജീവിതം ഒരു ഒഴുക്കാണ്. നമ്മുടെ കയ്യിൽ ഒരുപാട് അറിവുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുക, സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം കൊടുക്കുക, നമ്മളിൽ നല്ല നമ്മൾ പണം ഉണ്ടെങ്കിൽ നമ്മളത് കൊടുക്കാൻ റെഡിയാണ്. പിന്നെ മറ്റുള്ളവർക്ക് സമയം നമുക്ക് കൊടുക്കാം. നമ്മൾക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ കൊടുക്കുന്ന മനസ്സുള്ളവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങളും ബന്ധങ്ങളും അനുഗ്രഹങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അവർ കുറവിലല്ല ജീവിക്കുന്നത്, അവരെന്തിലാണ് ജീവിക്കുന്നത്? അവർ ഭയങ്കര സമൃദ്ധിയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫൈനാൻഷ്യൽ ഫ്രീക്വൻസി എന്നത് വെറും ഒരു പണത്തെക്കുറിച്ച് മാത്രമല്ല, അത് നിങ്ങളുടെ ചിന്തയാണ്, അത് നിങ്ങളുടെ വികാരമാണ്, അത് നിങ്ങളുടെ വിശ്വാസമാണ്. അപ്പോൾ ദിവസവും നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ ഈ 5 ശീലങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒന്നാമത്തത്, നിങ്ങൾ നന്ദി പറയണം. രണ്ടാമത്തെ എന്താണ്? നിങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ ഭാഷ ഉപേക്ഷിക്കണം. മൂന്നാമത്തെ എന്താണ്? വിഷ്വലൈസേഷൻ ചെയ്യണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഗ്രോത്ത് ആക്ഷൻ നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഗിവിങ് മൈൻഡ് സെറ്റ് നിങ്ങൾ വളർത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമൃദ്ധി ആദ്യം മനസ്സിൽ ജനിക്കുന്നു, പിന്നീട് അത് നമ്മുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി പ്രത്യക്ഷപ്പെടും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കണേ. താങ്ക് യു സോ മച്ച്.